ഏലൂരിൽ ജനരോഷം അണപൊട്ടി. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിലെ മത്സ്യ കർഷകരുടെ പ്രതിഷേധം അവസാനിപ്പിച്ചു. നഷ്ടം കണക്കാക്കി സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് ചീഫ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതിന് പിന്നാലെയാണ് സമരം അവസാനിപ്പിച്ചത്. ചത്തമീനുകളെ ഓഫീസിനുള്ളിലേക്ക് വലിച്ചെറിഞ്ഞായിരുന്നു മത്സ്യ കർഷകരുടെ പ്രതിഷേധം. കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മന്ത്രി പി രാജീവ് ജനങ്ങൾക്കൊപ്പമാണോ വ്യവസായികൾക്കൊപ്പമാണോ എന്ന് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 8 വർഷക്കാലമായി ഒരു കമ്പനികൾക്കെതിരായും ഒരു നടപടിയും ഇതുവരെ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. വായുവിലൂടെയും വെള്ളത്തിലൂടെയും ഈ ഭൂമിയിൽ മുഴുവൻ പൊല്യൂട്ടഡ് ആകുന്ന നിരവധിയായിട്ടുള്ള കമ്പനികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ കമ്പനികൾക്കെതിരല്ല, പക്ഷേ ശാസ്ത്രീയമായി അത് സംസ്കരിക്കാനുള്ള മാർഗങ്ങൾ കമ്പനികൾ തേടേണ്ടതാണ്. വ്യവസായ വകുപ്പ് ഉൾപ്പെടെയുള്ള ആ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാതെ പോകുന്ന ഈ കമ്പനികൾ ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. ഒന്ന്, വ്യവസായ മന്ത്രിയുടെ മണ്ഡലം കൂടിയായിട്ടുള്ള കളമശ്ശേരിയിൽ വ്യവസായ മന്ത്രി തന്നെ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ആരാ ശ്രദ്ധിക്കുന്നത്? ഇത്രയധികം ഗുരുതരമായിട്ടുള്ളൊരു വിഷയമുണ്ടായിട്ടും വ്യവസായ മന്ത്രി ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടിയെന്നും ഏതെങ്കിലും സ്ഥാപനത്തിന് വീഴ്ചയുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു. കളക്ടറോട് പ്രത്യേകം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളത്തിന്റെ സാമ്പിൾ എടുത്തിട്ടുണ്ട്. സാമ്പിൾ കുഫോസ് ലാബിൽ അവിടെ പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് കാരണമായത് എന്താണ്? ഈ പറഞ്ഞ പോലെ ഓക്സിജന്റെ അളവ് കുറവാണോ, വേറെ ഏതെങ്കിലും മാലിന്യങ്ങളുടെ സാന്നിധ്യമാണോ? ഇത്തരം ഘട്ടങ്ങളിൽ ഷട്ടറുകൾ തുറക്കുമ്പോൾ സ്വീകരിക്കേണ്ട പ്രോട്ടോകോൾ അത് സ്വാഭാവികമായിട്ടും പാലിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ തെറ്റായ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കർശനമായ നിലപാട് സ്വീകരിക്കും. ഫിഷറീസ് വകുപ്പ് ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് നൽകാൻ ഫിഷറീസ് മന്ത്രിയും ആവശ്യപ്പെട്ടു. വിനിത വിജി കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനിത, ശക്തമായ പ്രതിഷേധമായിരുന്നു ഇന്നുണ്ടായത്. എന്തൊക്കെ ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിച്ചത്? വേണു സൂചിപ്പിച്ചതുപോലെ ചില ആവശ്യങ്ങൾ തന്നെയാണ് പ്രതിഷേധക്കാർ ഏറ്റവും പ്രധാനമായും മുന്നോട്ട് വെച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ പെരിയാർ തീരത്തൊക്കെ താമസിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു നിയന്ത്രണവുമില്ലാതെ ഈ പെരിയാറിലേക്ക് ഒഴുക്കിവിട്ട ഈ രാസമാലിന്യം കാരണം നഷ്ടമായത് അവരുടെ ജീവനോപാധിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എത്രയും വേഗം നഷ്ടപരിഹാരം നൽകണം, അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന്. ഒപ്പം തന്നെ ഈ നഷ്ടമുണ്ടായ മത്സ്യത്തൊഴിലാളികൾക്ക് അടുത്ത കുറച്ചു മാസങ്ങളിലേക്ക് റേഷൻ നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം വേണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒപ്പം അവർ പറയുന്ന മറ്റൊരു കാര്യം, ഇപ്പോഴും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മേഖലകളിലൊക്കെ തന്നെ, ഞാനിപ്പോൾ വരാപ്പുഴയിലാണ് നിൽക്കുന്നത്, ഈ മേഖലകളിൽ ഉൾപ്പെടെ ഈ മത്സ്യം ഇങ്ങനെ ചത്ത് പൊങ്ങിക്കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഇപ്പോഴും രൂക്ഷമായിട്ടുള്ളൊരു ഗന്ധമുണ്ട്. അത് മാറണമെങ്കിൽ ഈ തീരത്തൊക്കെ ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്ന ഈ മത്സ്യം അതെടുത്ത് വൃത്തിയാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്, എടുത്ത് കളയേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഇതിനുള്ള തുക അത് PCB അധികൃതർ തന്നെ വഹിക്കണം എന്നിങ്ങനെയുള്ള ചില ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത്. ഒപ്പം തന്നെ അവർ പറഞ്ഞ മറ്റൊരു കാര്യം, ഇനി ഇങ്ങനെ രാസമാലിന്യം ഈ പുഴകളിലേക്ക് ഒഴുക്കി വിടില്ല എന്ന് ഞങ്ങൾക്കൊരു ഉറപ്പ് വേണം. അത് വീഴ്ച വരുത്തിയ സ്ഥാപനത്തിനെതിരെ, വീഴ്ച വരുത്തിയ കമ്പനിക്കെതിരെ നടപടി ഉണ്ടാകണം എന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. അക്കാര്യത്തിൽ അങ്ങനെ വീഴ്ച വരുത്തിയിട്ടുണ്ട് എങ്കിൽ ആ വ്യവസായിക കമ്പനിക്ക് ഒരു നോട്ടീസ് നൽകുമെന്നും പിന്നീട് നടപടി ഉണ്ടാകുമെന്നും ഒക്കെയാണ് അധികൃതർ ഉറപ്പ് നൽകിയത്. ഈ ഉറപ്പിന്മേലായിരുന്നു ഇന്ന് ഈ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സൂചിപ്പിച്ചതുപോലെ ജീവനോപാധി നഷ്ടപ്പെട്ട നിരവധി മത്സ്യ കർഷകരാണ് രാവിലെ മുതൽ പ്രതിഷേധവുമായി എറണാകുളം ഏലൂരിലുള്ള ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഓഫീസിലേക്ക് എത്തിയിരുന്നത്. ഈ പ്രതിഷേധക്കാർക്കൊപ്പം DCC പ്രസിഡന്റ് നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും AIYF പ്രവർത്തകരും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ചില പരിസ്ഥിതി സംഘടനകളും ഈ പ്രതിഷേധം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ഈ പ്രതിഷേധം കൂടുതൽ ശക്തമായതോടെ ഈ പ്രതിഷേധക്കാരുമായി ചർച്ച ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. ചീഫ് എഞ്ചിനീയർ എത്തിയ വാഹനം പിന്നീട് പ്രതിഷേധക്കാർ തടയുന്ന കാഴ്ചയും നമുക്ക് അവിടെ കാണേണ്ടി വന്നു. ചത്ത മത്സ്യങ്ങൾ PCB ഓഫീസിന് മുന്നിൽ കൂട്ടിയിട്ടായിരുന്നു പ്രതിഷേധം. പക്ഷെ പിന്നീട് ഈ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളിലേക്കും ഉൾപ്പെടെ കാര്യങ്ങൾ നീങ്ങി. ഇതിനെ തുടർന്ന് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ചത്ത മീനുകളെ ഈ ഓഫീസിലേക്ക് എറിഞ്ഞുകൊണ്ടൊക്കെയാണ് പ്രതിഷേധം ഇന്ന് കൂടുതൽ അണപൊട്ടുന്ന തരത്തിൽ അത്തരത്തിലേക്ക് ആളിപ്പടരുകയായിരുന്നു എന്ന് കൂടെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ ജീവനോപാധി നഷ്ടപ്പെട്ട നിരവധി മത്സ്യത്തൊഴിലാളികൾ അവർ പറയുന്നത് ഏതാണ്ട് ഈ പാകമായ മത്സ്യമാണ്, 1-2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിപണിയിൽ എത്തിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ആ മത്സ്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ചത്തു പൊങ്ങിയത്. ഞങ്ങൾക്ക് നീതി ലഭ്യമാകണം, ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വേണു.
വിനീത വിജിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പാലക്കാട് കൊല്ലങ്കോട് വാഴപ്പുഴയിൽ മയക്കുവെടിവെച്ച് പിടികൂടിയ പുലി ചത്തു. കമ്പിവേലിയിൽ കുടുങ്ങിയ പുലിയെ ഉച്ചയോടെയാണ് വനംവകുപ്പ് മയക്കുവെടിവെച്ച് പിടികൂടിയത്. ആന്തരികാവയവങ്ങൾക്കേറ്റ ക്ഷതമാണ് മരണകാരണം എന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, ജനങ്ങൾ പരിഭ്രാന്തിയിലായിരുന്നു, പിന്നീട് സാഹസികമായി പുലിയെ കൂട്ടിലാക്കുന്നു. പക്ഷേ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായതാണോ പുലി ചാകാനുള്ള സാഹചര്യമുണ്ടായത്? അങ്ങനെ പൂർണ്ണമായി പറയാൻ കഴിയില്ല വേണു. കാരണം ഡോക്ടർ തൃശ്ശൂരിൽ നിന്നാണ് എത്തിയത്. അത്രയും സമയം കാത്തിരിക്കേണ്ടി വന്നു. ഒരു പക്ഷേ പാലക്കാട് തന്നെ അത്തരത്തിലുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ അല്പം കൂടി നേരത്തെ ഈ പുലിയെ കൂട്ടിലേക്ക് മാറ്റാനും ഒക്കെ കഴിഞ്ഞേനെ. എന്തായാലും ഇന്ന് പുലർച്ചെയാണ് ഈ കൊല്ലങ്കോട് മേഖലയിൽ വെച്ച് ഈ പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെടുന്നത്. പ്രദേശവാസി തന്നെയാണ് ആദ്യം ഇത് കാണുന്നത്. വാഴപ്പുഴ മേഖലയിൽ ആദ്യം ഇത് കാണപ്പെടുന്നത്. പിന്നീട് അദ്ദേഹം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. RRT സംഘമാണ് ആദ്യം സംഭവ സ്ഥലത്തേക്ക് എത്തിയത്. ഈ പുലിയുടെ ആരോഗ്യനില ആദ്യഘട്ടത്തിലെല്ലാം തന്നെ വളരെ തൃപ്തികരമായിരുന്നു. ഈ RRT സംഘം ഈ പുലിക്ക് അരികിലേക്ക് പോകുമ്പോഴൊക്കെ അവർക്ക് നേരെ ചാർജ് ചെയ്തുകൊണ്ട് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ അല്പം വൈകി ഈ മയക്കുവെടി വെച്ചതിന് തൊട്ടു പിന്നാലെ കൂട്ടിലേക്ക് മാറ്റുമ്പോഴാണ് ഒരു ചെറിയ അസ്വസ്ഥത ഈ പുലിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എന്നാൽ അപ്പോഴും ഈ പുലി ചത്തുപോകുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല. അങ്ങനെയെങ്കിൽ വളരെ വേഗത്തിലൊരു ചികിത്സ നൽകിയേനെ. പുറത്ത് യാതൊരു തരത്തിലുള്ള പരിക്കുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആന്തരികമായ രക്തസ്രാവമായിരിക്കാം ഇപ്പോൾ മരണത്തിലേക്ക് നയിച്ചൊരു സാഹചര്യം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 6 മണിക്കൂറിലധികം സമയം ഈ കമ്പിവേലിയിൽ കുരുങ്ങി ആ പുലി അവിടെ കിടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയ്ക്ക് പലതവണ സ്വയമേവ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളും പുലി നടത്തിയിരുന്നു. എന്നാൽ അതിൻ്റെ 2 ഭാഗങ്ങളിൽ കുരുക്ക് വീണതിനാൽ അതിന് കഴിയാതെ വരുന്നൊരു സാഹചര്യം രൂപപ്പെടുകയും അവിടെ തന്നെ കുരുങ്ങിപ്പോവുകയുമായിരുന്നു. ഇതേ തുടർന്നാണ് RRT സംഘം, തൃശ്ശൂരിൽ നിന്നുള്ള RRT സംഘം വളരെ സാഹസികമായിട്ടാണ് ഈ പുലിയെ കൂട്ടിലേക്ക് കയറ്റിയത് നമ്മൾ കണ്ടതാണ്. ആദ്യ തരത്തിൽ മയക്കുവെടി വെക്കാൻ ശ്രമിച്ചെങ്കിലും ആ വെടി പുലിയുടെ തന്നെ ശരീരത്തിൽ തട്ടി തെറിച്ചു പോവുകയും ഈ മരുന്നിന്റെ അംശം ശരീരത്തിൽ പ്രവേശിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് അവർ കയ്യിലുണ്ടായിരുന്ന അവർ പ്രതിരോധിക്കാൻ വേണ്ടി വെക്കുന്ന ഒരു സാധനം ഉപയോഗിച്ച് ഈ പുലിയെ കൂടിനകത്തേക്ക് കയറ്റുകയായിരുന്നു. ഇതേ തുടർന്ന് അവിടെ വെച്ച് തന്നെ ഏതാണ്ട് 5 മണിക്കൂർ നിരീക്ഷണത്തിലാക്കാമെന്ന് കരുതിയിരിക്കുന്നതിനിടയിലാണ് പുലി ഏതാണ്ട് 2 മണിയോടുകൂടി പുലി ചത്തുപോകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇനി നാളെ ഉണ്ടാകും എന്നുള്ളതാണ് വനംവകുപ്പ് നൽകുന്ന വിവരം. നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് CPIM നിർമ്മിച്ച രക്തസാക്ഷി സ്മാരകത്തിന്റെ ഉദ്ഘാടനം അല്പസമയത്തിനകം നടക്കും. പാനൂർ തെക്കുമുറിയിലാണ് സ്മാരകം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയാണ് ഉദ്ഘാടകനായി നിശ്ചയിച്ചിട്ടുള്ളത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സജോ, ഗോവിന്ദ മാഷ് പങ്കെടുക്കുമോ? വേണു, 5 മണിക്കാണ് പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. പക്ഷേ പങ്കെടുക്കും എന്ന നിലയ്ക്ക് തന്നെയാണ് നേതാക്കളും പ്രാദേശിക നേതാക്കളും ഒപ്പം MV ഗോവിന്ദൻ അടക്കമുള്ളവരും നമ്മളോട് നേരത്തെ അറിയിച്ചത്. അദ്ദേഹം പങ്കെടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അദ്ദേഹം നേരത്തെ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരുന്നില്ല എന്ന് മാത്രമല്ല ഈ വിഷയത്തിൽ വ്യക്തതയുള്ള അഭിപ്രായം അദ്ദേഹം പറഞ്ഞതുമില്ല. 2015 ജൂൺ 6-നാണ് പാനൂർ ചെറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെയുള്ള സ്ഫോടനത്തിൽ ഇരുവരും സുബീഷും ഷൈജുവും കൊല്ലപ്പെടുന്നത്. ഇതിന്മേൽ CPM പറയുന്നത് ഈ കഴിഞ്ഞ 8 വർഷത്തിനിടെ തുടർച്ചയായി രക്തസാക്ഷി അനുസ്മരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ പുതുതായി സംഭവിച്ചത് അവിടെ ഒരു സ്മാരക മന്ദിരവും സ്തൂപവും നിർമ്മിച്ചു എന്നത് മാത്രമാണ്. നേരത്തെ സ്തൂപം ഉണ്ടായിരുന്നു, അതിനോട് ചേർത്ത് അത് നവീകരിച്ച് പുതിയൊരു സ്മാരക മന്ദിരവും കൂടി ചേർന്ന് നിർമ്മിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ മാത്രം എന്തുകൊണ്ട് വിവാദം ഉണ്ടാകുന്നു എന്ന ചോദ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം RSS അടക്കം പലരും സമാനമായും ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവർക്കായി അല്ലെങ്കിൽ നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവർക്കായി സ്മാരകങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്ന ന്യായവാദവും അവർ പറയുന്നുണ്ട്. അവിടെ പ്രാദേശിക നേതൃത്വവും ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തിരുത്തിൻ്റെ ആവശ്യകതയേ ഇല്ല. കാരണം ഇത്രയും കാലത്തിനിടയ്ക്ക് അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തിരുത്ത് വേണം എന്ന് പാർട്ടിക്കോ പ്രാദേശിക ഘടകത്തിനോ നേതൃത്വത്തിനോ ഒന്നും തോന്നിയിട്ടുമില്ല. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തതയുള്ള അഭിപ്രായം പറഞ്ഞത് P ജയരാജൻ, അതായത് ഈ സംഭവം നടക്കുന്ന ഘട്ടത്തിലെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനാണ്. ഒപ്പം EP ജയരാജനും അദ്ദേഹവും ഇരുവരുമാണ് ഈ വിഷയത്തിൽ വ്യക്തതയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞത്. അവർ പറഞ്ഞത് RSSന് എതിരായ ചെറുത്തുനിൽപ്പാണ്. ആ ചെറുത്തുനിൽപ്പിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ഭാഗമായി ജീവാർപ്പണം ചെയ്യേണ്ടി വന്നവരാണ്. ആ നിലയ്ക്ക് അവർ രക്തസാക്ഷികൾ തന്നെയാണ്. അതിൻ്റെ ചരിത്രം, പ്രാദേശികമായ ചരിത്രം കൂടി വിലയിരുത്താൻ കഴിയുള്ളൂ. അതായത് ഇന്ത്യൻ പിനൽ കോഡിൻ്റെ അളവുകോൽ വെച്ച് ആ കാര്യങ്ങളെ കാണാൻ കഴിയില്ല എന്ന വാദമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. വിപുലമായ പരിപാടിയാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്.
5 മണിയോടുകൂടി റെഡ് വോളണ്ടിയർ മാർച്ച് ആരംഭിക്കും. CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MB ജയരാജൻ, സംസ്ഥാന സമിതി അംഗം P ജയരാജൻ എന്നിവരും ഇതേ പരിപാടിയിൽ ക്ഷണിതാക്കളാണ്. അവരും പങ്കെടുക്കും. വലിയ തോതിലുള്ള ജനകീയ പങ്കാളിത്തത്തോടുകൂടി അല്ലെങ്കിൽ പാർട്ടി അണികളുടെയും അനുഭാവികളുടെയും വിപുലമായ പങ്കാളിത്തത്തോടു കൂടിയുള്ള പരിപാടികൾ എന്ന നിലയ്ക്കാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിലിപ്പോൾ ഈ പറഞ്ഞ നേതാക്കൾ, നേരത്തെ സൂചിപ്പിച്ച നേതാക്കൾ എല്ലാവരും തന്നെ പങ്കെടുക്കും എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ശരി, സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇനിയൊരു അവയവദാനത്തിന് പ്രത്യുപകാരമായി പണയത്തിലിരുന്ന വീടിന്റെ ആധാരം എടുത്തു നൽകിയെന്ന് തൃശൂരിൽ നിർബന്ധിത അവയവദാനത്തിന് വിധേയയായ വീട്ടമ്മ. വില്ലേജ് ഓഫീസിൽ നിന്നും പരിചയപ്പെട്ട ഇടനിലക്കാരനാണ് രേഖകൾ തയ്യാറാക്കിയത്. സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തുടർന്നാണ് അവയവദാനം നടത്തിയത് എന്നും വീട്ടമ്മ 24-നോട് പറഞ്ഞു. പരിചയപ്പെട്ടത് വില്ലേജിൽ വെച്ചിട്ടാ. വില്ലേജിൽ അവർക്ക് എല്ലാ ഹെൽപ്പും വിഷയം ചെയ്തു. ലോൺ എത്ര വെച്ചാലേ ഞാൻ ആധാരം വെച്ചിട്ട് 2.5 ലക്ഷം രൂപ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അത് ബ്ലേഡിലാണ്. ഇല്ലല്ല, എനിക്ക് ആധാരം എടുത്ത് തന്നു. ഞങ്ങളന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ വേറെ കുറേ ഏജന്റുമാരുണ്ടായിരുന്നു. അത് പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ആയിട്ട് കുറേ ഉണ്ടായിരുന്നു. അവരോടൊക്കെ അവരെക്കാൾ അധികം കാശ് തരാമെന്നൊക്കെ പറഞ്ഞ് ഇതാക്കളെ കണ്ടിരുന്നു. അപ്പം ഇത് അങ്ങനത്തെ ഒരു കാര്യം അവിടെ നടക്കുന്നത് തന്നെ. ഞാനിപ്പോൾ ഇത് കൊടുക്കാൻ നിന്നപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നത് തന്നെ. ദാരിദ്ര്യം ചൂഷണം ചെയ്താണ് തൃശൂർ മുല്ലശ്ശേരിയിൽ 7 പേരെ അവയവ മാഫിയ തട്ടിച്ചത്. സമഗ്രമായ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് സാന്ത്വനം ജീവകാരുണ്യ സംഘടന മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകി. ഇത് വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളാണ് ഇവർ ഉന്നമിക്കുന്നത്. അവരുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ചൂഷണം ചെയ്യുക ചെയ്യുന്നത്. ഇതിൽ നിന്നാണ് പുറമ്പോക്കിൽ താമസിക്കുന്ന ആൾക്കാർ, ലക്ഷം വീട് കോളനിയിൽ താമസിക്കുന്ന ആൾക്കാർ, വാടകയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ, അവരെയാണ് ഇവർ കണ്ടെത്തിയിട്ട് അതിന് കണ്ടെത്താൻ തന്നെ സ്ത്രീകളായിട്ടുള്ള ഇടനിലക്കാർ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതേസമയം ആളുകളെ ഇറാനിലെത്തിച്ച് അവയവ വ്യാപാരം നടത്തിയ കേസിൽ നിർണായക വിവരങ്ങൾ 24-ന് ലഭിച്ചു. സംഘത്തിലെ പ്രധാനി ഹൈദരാബാദിലെ ഡോക്ടറാണെന്ന് അറസ്റ്റിലായ സബിത് നാസർ പോലീസിന് മൊഴി നൽകി. സൂരജ് സജി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, ഈ വീട്ടമ്മ നടത്തുന്ന വെളിപ്പെടുത്തൽ എന്താണ്? മാത്രമല്ല, മുഖ്യമന്ത്രിക്കടക്കം പരാതി കൊടുത്ത സംഘടനയുടെ പ്രതിനിധി പറയുന്നതും എന്താണ്? വേണു, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കടക്കം ഈ സാന്ത്വനം സംഘടന പരാതി നൽകിയിരുന്നു. ഈ പരാതിയിന്മേൽ അന്വേഷണം നടക്കുകയും ചെയ്തു. പോലീസ് തലത്തിൽ തന്നെ അന്വേഷണം നടന്നു. പക്ഷേ ഈ അവയവദാനം നൽകിയ 7 പേരും ബന്ധുക്കൾക്കാണ് ഇത് നൽകിയതെന്ന മൊഴി പോലീസിന് നൽകുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഏജന്റിനെ ചോദ്യം ചെയ്തതിൽ നിന്നും ഏജന്റും ഇത്തരത്തിൽ ഒരു അവയവദാനം കച്ചവടം നടത്തിയതായി സംബന്ധിച്ചൊരു മൊഴി പോലീസിന് നൽകിയിരുന്നില്ല. ഈ മൊഴി തൃപ്തികരമാണ് എന്ന മുഖവിലക്ക് എടുത്തുകൊണ്ടാണ് പോലീസ് ഇത് സംബന്ധിച്ച പരാതി അവസാനിപ്പിക്കുന്നത്. ആ സമയത്തും പക്ഷെ പോലീസ് പറഞ്ഞിരുന്ന ഇത് സംബന്ധിച്ച് സംസ്ഥാന തലത്തിൽ തന്നെ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് അന്വേഷിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. നിലവിൽ ഇത് സംബന്ധിച്ചൊരു കണ്ടെത്തലുകൾ ഈ മേഖലയിൽ ഇല്ലെങ്കിൽ പോലും, മുല്ലശ്ശേരിയിൽ ഇല്ലെങ്കിൽ പോലും അന്വേഷിക്കേണ്ടത് ആവശ്യകത ഉണ്ട് എന്നത് കാട്ടി പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷേ ആ കേസിലാണ് ഇപ്പോൾ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ ഈ വീട്ടമ്മ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അന്ന് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഈ ഏജന്റാണ് ഇവർക്ക് ഈ അവയവദാനത്തിന് വേണ്ടിയുള്ള ഈ അവയവദാനം നടത്തുന്നതിന് വേണ്ടിയുള്ള ഡോക്യുമെന്റുകൾ തയ്യാറാക്കി നൽകിയതെന്നുള്ളതാണ് ഈ വീട്ടമ്മ ആരോപിക്കുന്നത്. ഇത്തരത്തിൽ ഇന്ന് ഈ പരാതിക്കാർ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് വ്യാജമായി, അതായത് ഈ അവയവദാനത്തിന് വേണമെങ്കിൽ 20 ഡോക്യുമെന്റുകൾ തയ്യാറാക്കണം എന്നുള്ളതാണ്. ആ 20 ഡോക്യുമെന്റുകളും വ്യാജമായി നിർമ്മിച്ചു എന്നുള്ളതായിരുന്നു ഇന്ന് പരാതിക്കാർ പ്രധാന ആരോപണമായി ഉന്നയിച്ചത്. അതെല്ലാം ശരിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ വീട്ടമ്മ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ വീട്ടമ്മയ്ക്ക് ബാങ്ക് വായ്പകൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കടങ്ങളെല്ലാം അടച്ചു തീർത്തുകൊണ്ട് ഇത്തരത്തിൽ ഇവരുടെ ഈ ദാരിദ്ര്യം മുതലെടുത്തുകൊണ്ടാണ് ഇവരെ എല്ലാവരെയും ഈ അവയവ മാഫിയ പിടികൂടിയതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഈ 7 പേരും ഇത്തരത്തിൽ ഈ അവയവ മാഫിയയുടെ കെണിയിൽ വീഴുന്നത്. എന്തായാലും ഈ സംഭവം സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അന്വേഷണം വേണം എന്നുള്ളത് തന്നെയാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. വേണം. സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊച്ചി അവയവക്കടത്ത് കേസിലെ പ്രതി സബിത് നാസറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 12 ദിവസത്തേക്കാണ് അങ്കമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡി അനുവദിച്ചത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, കേസിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് പോലീസ് കടക്കുന്നു. സാബിത്തിനെ 12 ദിവസം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് നിലവിൽ തീരുമാനം. നാളെ മുതൽ ചോദ്യം ചെയ്യൽ ആരംഭിക്കും. ഇതിൽ പ്രധാനമായും സാബിത്തിന്റെ കൂട്ടാളികളേക്ക് എത്തിക്കുക, അതോടൊപ്പം തന്നെ ഇയാൾ ആരെല്ലാമാണ് ഇത്തരത്തിൽ ഇരകളാക്കിയത് എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തണം. സാബിത്തിനെ സഹായിച്ച ഉന്നതരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തണം. സാബിത്ത് നൽകിയ ചില മൊഴികളുണ്ട്. ഹൈദരാബാദിലും ബംഗളൂരുവിലും കേന്ദ്രീകരിച്ച
അവയവക്കടത്ത് നടത്തി. അതിലൊരു ഡോക്ടർ ഉണ്ട് എന്നുള്ളതായിരുന്നു സാബിത്തിന്റെ മൊഴി. ആ മൊഴികളെല്ലാം സാധൂകരിക്കുന്ന തെളിവുകൾ സമാഹരിക്കുക എന്നുള്ളതാണ് പോലീസിന് മുൻപുള്ള ലക്ഷ്യം. ആദ്യ 5 ദിവസം തുടർച്ചയായി സാബിത്തിനെ ചോദ്യം ചെയ്യാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഒപ്പം ഇയാളുടെ കൂട്ടാളികളെ ഇതിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുക്കും. ഈ സാബിത്തിന്റെ മൊഴിയും കൂട്ടാളികളുടെ മൊഴിയും ഒത്തുനോക്കി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു. സാബിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഹൈദരാബാദിലേക്കും ബംഗളൂരുവിലേക്കുമുള്ള അന്വേഷണ വ്യാപനം ഉണ്ടാകുക. വേണു. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മുതിർന്ന മുഷാവറ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിക്ക് സമസ്ത കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. സമസ്ത നേതാക്കൾക്കും സുപ്രഭാതം പത്രത്തിനുമെതിരെയുള്ള പ്രസ്താവനയിലാണ് നടപടി. അതായത് നമ്മളിപ്പോ ഒരു സ്വകാര്യ ചാനലിൽ മുമ്പ് ഈ ഗൾഫ് സുപ്രഭാതത്തിന്റെ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രസ്താവന നടത്തിയല്ലോ, അത് സംബന്ധമായിട്ട് അദ്ദേഹത്തോട് വിശദീകരണം തേടിയാണ്. 2 ദിവസത്തിനകം രേഖാമൂലം മറുപടി ഇറങ്ങുന്നതാണ്. സമസ്തയുടെ നിലപാടുകൾക്കും അതോടൊപ്പം തന്നെ സമസ്ത നേതൃത്വത്തിനെ സംബന്ധിച്ചുള്ള ഇതാണല്ലോ മൂപ്പര് പറഞ്ഞത്. അപ്പൊ അതിനാണ് അദ്ദേഹത്തോട് അതിന്റെ വിശദീകരണം തേടിയത്. സമസ്തയിൽ ചിലർ ഇടതുപക്ഷവുമായി അടുക്കാൻ ശ്രമിക്കുന്നുവെന്നും സുപ്രഭാതം പത്രത്തിന് നയമാറ്റമുണ്ടായി എന്നുമായിരുന്നു ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയുടെ വിമർശനം. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സമീർ, ഈ നദ്വിയോട് പെട്ടെന്ന് തന്നെ വിശദീകരണം ആവശ്യപ്പെട്ട സാഹചര്യം എന്താണ്? വേണു, നിലവിൽ ബഹാവുദ്ദീൻ നദിയുടെ പ്രസ്താവന സമസ്തക്കും സുപ്രഭാതത്തിനും എതിരാണ്, സമസ്തയുടെ നയത്തിന് വിരുദ്ധമാണ് എന്നുള്ളതാണ് സമസ്തയുടെ വിലയിരുത്തൽ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയോട് നിലവിൽ വിശദീകരണം തേടിയിരിക്കുന്നത്. 48 മണിക്കൂറിനകം വിശദീകരണം നൽകണമെന്നുള്ളതാണ് ഈ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര മുഷാവറ അംഗമാണ്, സമസ്തയിലെ മുതിർന്ന പണ്ഡിതനാണ്, വലിയ സ്ഥാപനങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നയാളാണ്. ഇത്തരം ഒരാളോട് വിശദീകരണം തേടുമ്പോൾ സമസ്ത മുഷാവറ യോഗം പോലും ചേരുന്നതിന് മുൻപ് തന്നെ അടിയന്തരമായി വിശദീകരണം തേടുന്നതിനുള്ള ഒരു അമർഷം സംസ്ഥകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഇന്ന് രാവിലെയാണ് ഈ ബഹാവുദ്ദീൻ നദ്വി 2 പ്രസ്താവനകൾ നടത്തിയത്. അതിലൊന്ന്, സമസ്തയിലെ ചില നേതാക്കൾ ഇടതുപക്ഷവുമായി അടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു ഒന്ന്. മറ്റൊന്ന്, സുപ്രഭാതം പത്രം അതിന്റെ നയത്തിൽ നിന്നും മാറ്റം വന്നിരിക്കുന്നു, ഇതോട് താൻ പങ്കെടുക്കാതിരുന്നത് എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രസ്താവന. ഈ 2 പ്രസ്താവനകൾക്കുമെതിരെയാണ് നിലവിൽ ഈ ഒരു നോട്ടീസ് നൽകിയത് എന്നാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എടുത്തു വരേണ്ടിരിക്കുന്ന ഒരു കാര്യം, സമസ്ത അകത്ത് നിലവിൽ 2 പക്ഷമായി രൂപപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഒന്ന്, ഇടതുപക്ഷവുമായി അടുക്കുന്നതിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം, മറ്റൊന്ന് എതിർക്കുന്ന മറ്റൊരു വിഭാഗം. ഈ എതിർക്കുന്ന വിഭാഗത്തിലെ പ്രധാനപ്പെട്ട ഒരാളും കൂടിയാണ് ഈ ബഹാവുദ്ദീൻ നദ്വി എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നിലവിൽ സമസ്തകത്തും വലിയ ഭിന്നത രൂപപ്പെട്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതിന്റെ വലിയ അലയൊലികൾ ഉണ്ടാകുന്ന കാര്യത്തിൽ ഉറപ്പാണ്. സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പൂനെയിൽ 17കാരൻ മദ്യപിച്ച് വാഹനമോടിച്ച് 2 പേരെ കൊന്ന കേസിൽ പ്രതിഷേധം കനക്കുന്നു. പ്രതി ഇന്ന് വീണ്ടും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരായി. ദുർബല വ്യവസ്ഥകൾ ചുമത്തി നൽകിയ ജാമ്യം റദ്ദാക്കണം എന്ന പോലീസിന്റെ ആവശ്യത്തെ തുടർന്നാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പ്രതിക്ക് ഹാജരാകാൻ നോട്ടീസ് അയച്ചത്. പ്രതി മദ്യപിച്ചിട്ടില്ല എന്ന ഡോക്ടറുടെ റിപ്പോർട്ട് തെറ്റാണെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങളും ഇന്ന് പുറത്തുവന്നു. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീനാഥ്, വിവാദമായ സംഭവമാണ്, എന്തൊക്കെയാണ് ഇപ്പോൾ തുടർ നടപടികൾ? വേണു, ഏറ്റവും ഒടുവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ നിന്ന് ഒരു തീരുമാനം ഉണ്ടാകും. ഈ പ്രതിക്ക് നേരത്തെ നൽകിയ ജാമ്യം അത് പിൻവലിച്ച് അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടാനോ പോലീസ് കസ്റ്റഡിക്ക് നൽകാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. ആ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രതിയുടെ അച്ഛൻ, ഈ വാഹനത്തിൻ്റെ യഥാർത്ഥ ഉടമ, ഈ പ്രതിക്ക് ഈ വാഹനം നൽകിയ ആൾ, അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഒളിവിൽ പോയ ഇടത്തു നിന്നാണ് അഹമ്മദ് നഗറിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് പിന്നീട് പൂനെയിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ആ പ്രതിയെ, ഈ പ്രതിയുടെ അച്ഛനെ ഇപ്പോൾ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രതി മദ്യപിച്ച പബ്ബിൻ്റെ ഉടമയടക്കമുള്ള ആളുകൾ കൂടി ഈ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഇന്ന് നടന്ന ശ്രദ്ധേയമായ കാര്യം, ഈ പബ്ബുകൾ, അനധികൃതമായി പ്രവർത്തിച്ച പബ്ബുകൾ പൂനെ കോർപ്പറേഷൻ ഇടിച്ച് നിരത്തി, ബുൾഡോസറുകളെത്തി ഇടിച്ച് നിരത്തിയ സംഭവം കൂടി ഉണ്ടായി. ഏതായാലും വളരെ നാടകീയമായ, വളരെ വിവാദമായ ഒരു സംഭവമായി ഇത് മാറിയിട്ടുണ്ട്. പ്രതിയെ എങ്ങനെയാണ് പോലീസും ജുഡീഷ്യറിയും രക്ഷിക്കാൻ ശ്രമിച്ചത് എന്നതിന് ഒരു ക്ലാസിക് എക്സാമ്പിളായി ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഒരു കേസ് എന്നുള്ള തലയ്ക്ക് പലരും ഈ കേസിനെ വിലയിരുത്തുന്നുണ്ട്. കാരണം പ്രതി മെഡിക്കൽ പരിശോധന നടത്തിയപ്പോൾ മദ്യപിച്ചിട്ടില്ല എന്നൊരു ഡോക്ടർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. പക്ഷേ പ്രതി മദ്യപിച്ചത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളോടൊപ്പം 12ാം ക്ലാസ്സിലെ പരീക്ഷാ ഫലം വന്നത് ആഘോഷിക്കാൻ വേണ്ടി പോയതാണ് പ്രതി. അവിടെ നിന്ന് മടങ്ങുമ്പോഴാണ് 200 കിലോമീറ്ററോളം
അമിത വേഗതയിൽ ആഡംബര കാർ ഓടിച്ചു പോവുകയും 2 ടെക്കുകളായ 2 പേർ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവം ഉണ്ടാകുന്നത്. ഈ ടെക്കുകളുടെ ബന്ധുക്കളോട് ഈ സമയമൊക്കെ തുടക്കത്തിൽ ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ വളരെ മോശമായി പോലീസ് പെരുമാറി എന്നൊരു ആരോപണം ഉണ്ടാകുകയും പിന്നീട് പൂനെ പോലീസ് കമ്മീഷണർക്ക് അതിലൊരു അന്വേഷണം നടത്തേണ്ടി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ബ്ലഡ് സാമ്പിൾ അതിൻ്റെ പരിശോധനാ ഫലം കിട്ടുമ്പോൾ ഇത് നേരത്തെ വന്നതൊരു പ്രിലിമിനറി അസംഷൻ ആയിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു അന്തിമ തീരുമാനം മദ്യപിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു അന്തിമ തീരുമാനം അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ബ്ലഡ് സാമ്പിൾ പരിശോധനാ ഫലം ഇതിൽ നിർണായകമാകും. വേണു. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പാലാ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നാടകീയ സംഭവങ്ങൾ. CPIM കൗൺസിലർ ബിനു പുളിക്കക്കണ്ടം പങ്കെടുത്തതിനെ തുടർന്ന് കേരള കോൺഗ്രസ് എം അംഗങ്ങൾ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു. എയർപോർട്ട് മോഷണ കേസിലെ പ്രതി കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുവെന്നാരോപിച്ചാണ് ബഹിഷ്കരണം. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ടോബി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, പാലാ നഗരസഭയിലെ LDFൽ വലിയ പൊട്ടിത്തെറികളിലേക്ക് കാര്യങ്ങൾ പോകുകയാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ കാണാതായ എയർപോർട്ട് കേരള കോൺഗ്രസ് എം കൗൺസിലർ ജോസ് ചീരാങ്കുഴിയുടെ എയർപോർട്ടാണ്. അത് കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ആരോ നൽകിയിരുന്നു. അതിനുശേഷം ഒരു മൊഴിയും നൽകിയിട്ടുണ്ട് ഇവർ. അത് ഈ ബിനു പുളിക്കക്കണ്ടം CPM കൗൺസിലർക്കെതിരെ നേരത്തെ തന്നെ ആരോപണ വിധേയനായിട്ടുള്ള ബിനു പുളിക്കക്കണ്ടത്തിനെതിരെയാണ്. അദ്ദേഹത്തിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യണമെന്നൊരു ആവശ്യം കഴിഞ്ഞ ദിവസം തന്നെ ചീരാങ്കുഴി ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് കൗൺസിൽ യോഗം ചേർന്നത്. കൗൺസിൽ യോഗത്തിലേക്ക് CPM കൗൺസിലർ എത്തിയപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ കൗൺസിലർമാർ ബഹളമുണ്ടാക്കുകയായിരുന്നു. തുടർന്ന് കൗൺസിലർമാർ ബഹിഷ്കരിക്കാൻ തയ്യാറായതോടുകൂടി ചെയർമാൻ തന്നെ, കേരള കോൺഗ്രസിന്റെ എമ്മിന്റെ ചെയർമാനാണ് ഇപ്പോൾ ഭരിക്കുന്നത്, അദ്ദേഹം തന്നെ യോഗം പിരിച്ചുവിടുന്നു എന്ന് പറയുകയായിരുന്നു. അങ്ങനെ CPM കൗൺസിലർ പങ്കെടുത്തത് കൊണ്ട് വലിയൊരു എതിർപ്പ് കേരള കോൺഗ്രസ് എം നടത്തുകയായിരുന്നു. ഈ ഒരു എയർപോർട്ട് മോഷണം പോയതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അത് മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങനെ ആദ്യമായിട്ടാണ്, നമുക്കറിയാവുന്നതുപോലെ വർഷങ്ങൾക്ക് ശേഷമാണ് LDFന് അധികാരം കിട്ടുന്നത് പാലാ നഗരസഭയിൽ. അത് ഈ ഒരു എയർപോർട്ടിനെ തുടർന്ന് ആ ഒരു ബന്ധം ഉലയുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകുന്നു. ഇനി കെ സുധാകരനുമായി R രാധാകൃഷ്ണൻ നടത്തിയ പ്രത്യേക അഭിമുഖം ആൻസർ പ്ലീസ് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.